ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടെർമിനേറ്റർ സിനിമയുടെ 3-ാം ഭാഗമാണ്. ടെർമിനേറ്റർ 3 റൈസ് ഓഫ് ദ മെഷീൻ. ഈ പടം ഇറങ്ങിയത് 2003-ലാണ്. 1-ാം ഭാഗത്തിന്റെയും 2-ാം ഭാഗത്തിന്റെയും നേരെ കണ്ടിന്യൂഷനാണ് ഈ സിനിമ. ആ 2 ഭാഗങ്ങളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ ജോൺ കോണറിനെയാണ്. അവനിപ്പോൾ വളർന്നു വലുതായി. ഇവന്റെ കഥ ഞാൻ ചുരുക്കിയൊന്ന് പറയാം. ഇവൻ ജനിക്കുന്നതിന് മുമ്പ് ജനിക്കാതിരിക്കാൻ വേണ്ടി ഭാവിയിൽ നിന്ന് ഇവന്റെ അമ്മേനെ കൊല്ലാൻ വേണ്ടി റോബോട്ടിനെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇവന്റെ അമ്മയുടെ പേരായിരുന്നു സാറ കോണർ. എന്നാൽ അന്നത്തെ ആ മിഷൻ ഫെയിലായി. പിന്നീട് ഇവന് 13 വയസ്സുള്ള സമയത്ത് ഒരു റോബോട്ട് കൂടെ വന്നു ഇവനെ കൊല്ലാൻ വേണ്ടി. എന്നാൽ ആ മിഷനും ഫെയിലായി. ഇനി എന്തിനാണ് ഇവനെ കൊല്ലാൻ വേണ്ടി ഭാവിയിൽ നിന്ന് റോബോട്ടിനെ അയക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, മനുഷ്യരുടെ ഭാവിയിൽ നടക്കാൻ പോകുന്നത് മനുഷ്യനും റോബോട്ടുകളും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തില് മനുഷ്യരെ ലീഡ് ചെയ്തിരുന്നത് ഈ ജോൺ കോണറാണ്. അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ ജനനം തന്നെ ഇല്ലാതാക്കാൻ ആ റോബോട്ടുകൾ ശ്രമിച്ചത്. എന്നാൽ അതൊക്കെ ഫെയിലായി. അങ്ങനെ 10 വർഷങ്ങൾക്ക് മുമ്പ് സൈബർഡൈൻ സിസ്റ്റം എന്ന കമ്പനി തന്നെ അവർ തകർത്ത് കളഞ്ഞു. ഈ സൈബർഡൈൻ ആണ് ഭാവിയിൽ സ്കൈനെറ്റ് ആവുന്നതും അതിനെ തുടർന്ന് ഭാവി മുഴുവൻ റോബോട്ടുകൾ ഏറ്റെടുക്കുന്നു. ഈ സൈബർഡൈൻ സിസ്റ്റം നശിപ്പിക്കുന്നതാണ് 2-ാമത്തെ സിനിമയുടെ അവസാനം കാണിച്ചത്. അതോടുകൂടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാണ് ഇവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ അവന് തെറ്റിപ്പോയി. ഭാവിയിൽ ഇപ്പോഴും റോബോട്ടുകൾ അവരുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജോൺ കോണർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം നശിപ്പിച്ചെങ്കിലും അവൻ എന്തൊക്കെയോ ഒരു ഉൾവിളി ഒന്നും തീർന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് അവനിപ്പോൾ ആരോടും കമ്പനിയില്ല. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ട് അവൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. അവന്റെ അമ്മയൊക്കെ മരിച്ചുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി അവൻ അവന്റെ ബൈക്കിൽ അവിടുത്തെ ഹൈവേയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പെട്ടെന്ന് അവന്റെ മുമ്പിൽ ഒരു മാൻ ചാടുന്നത്. അതിനിടിക്കാതിരിക്കാൻ വേണ്ടി അവൻ വണ്ടി വെട്ടിച്ചു. അതിനെ തുടർന്ന് അവന്റെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് അവൻ തെറിച്ചു വീണു. ഇനി കാണിക്കുന്നത് സിറ്റിയിലൊരു ടെക്സ്റ്റൈൽസ് ആണ്. അവിടെ ഇപ്പോൾ ഒരു പ്രകാശം വന്നു. അതിനെ തുടർന്ന് ഒരു ഗോളം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതിനകത്തുണ്ടായിരുന്നത് ഒരു ലേഡിയാണ്. ഇവളുടെ പേര് TX. ഭാവിയിൽ നിന്ന് അയച്ച റോബോട്ടാണ് അവള്. മറ്റ് സിനിമകളിലേതുപോലെ തന്നെ ഇവളുടെ മിഷൻ ജോൺ കോണറിനെ തീർക്കുക. എന്നാൽ ഇവളുടെ ഈ വരവില് ജോൺ കോണർ ഇവളുടെ പ്രൈമറി ടാർഗറ്റ് ആണ്. എന്നാൽ ജോൺ കോണറെ മാത്രമല്ല ഇവക്ക് കൊല്ലേണ്ടത്. ഭാവിയിൽ ജോൺ കോണറെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കൂടെ ഇവക്ക് ഈ മിഷനിൽ തീർക്കാനുണ്ട്. അങ്ങനെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അതിൽ നടക്കാൻ തുടങ്ങി. ഇനിയിപ്പം അവൾക്ക് ഡ്രസ്സ് വേണം. അതിനുവേണ്ടി അവളിപ്പോൾ നടു റോട്ടിലേക്ക് ചെന്നു. ഈ സമയം ഒരു ലേഡി അവിടെ ഒരു കാറിലിരിക്കുന്നുണ്ട്. അവളിപ്പോൾ ആ കാറിന്റെ അടുത്തേക്കാണ് നടക്കുന്നത്. അപ്പൊ അവളിങ്ങനെ തുണിയൊന്നും ഇല്ലാതെ വരുന്ന കാണുമ്പോൾ ആ ലേഡിക്ക് ശരിക്കും അത്ഭുതമായി. നിനക്കത് എന്തോ പറ്റി? പോലീസിനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? എന്നാൽ ആ ലേഡി അത് ചോദിക്കുമ്പോൾ അവള് പറയുന്നത്, എനിക്ക് നിന്റെ ഈ കാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ആ ലേഡിയെ കൊന്നു കളഞ്ഞ് ആ ലേഡിയുടെ ഡ്രസ്സും ആ കാറും എടുത്തിട്ട് TX അവിടെ പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് ആ ലേഡിയുടെ ബാഗിൽ നിന്നും അവൾ ഫോൺ എടുത്തു. എന്നിട്ട് ആ ഫോൺ ഉപയോഗിച്ച് അവിടുത്തെ ഡാറ്റാബേസ് ഒക്കെ ഹാക്ക് ചെയ്ത് കുറച്ച് ആൾക്കാരുടെ ഡീറ്റെയിൽസ് അവൾ എടുക്കുകയാണ്. ഇവരാണ് ജോൺ കോണറിനെ ഭാവിയിൽ സഹായിക്കാൻ പോകുന്നത്. ജോൺ കോണറിനെ കൂടാതെ ഇവരെല്ലാവരെയുമാണ് ഇവക്ക് കൊല്ലേണ്ടത്. അങ്ങനെ അവൾ സിറ്റിയിലൂടെ വളരെ വേഗത്തിലാണ് വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. ട്രാഫിക് റൂൾസ് ഒന്നും തന്നെ അവൾ നോക്കുന്നില്ല. അങ്ങനെ അവൾ അതിൽ പോകുന്നത് അവിടെ ഒരു പോലീസുകാരൻ കണ്ടു. അയാൾ ഉടനെ തന്നെ വണ്ടി തിരിച്ചിട്ട് അവളുടെ പുറകെ പോവാണ്. അങ്ങനെ പോലീസുകാരൻ വിളിച്ചപ്പം അവൾ വണ്ടി നിർത്തി. ഈ സമയം പോലീസുകാരൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ നേരെ നോക്കുന്നത് അയാളുടെ അരയിലുള്ള തോക്കിലേക്കാണ്. എന്നിട്ട് അവൾ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ തോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവൾ അത് പറയുമ്പോൾ അയാൾക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ നായിക. ഇവളുടെ പേര് കേറ്റ്. അവൾ അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ ഇപ്പോൾ ഒരു ഷോപ്പിൽ നിൽക്കുകയാണ്. ഈ സമയത്താണ് അവൾക്ക് അവളുടെ അച്ഛൻ്റെ ഒരു കോള് വരുന്നത്. ഇയാളുടെ പേരാണ് റോബർട്ട്. ഇയാൾ US എയർഫോഴ്സിലെ ജനറലാണ്. മാത്രമല്ല ഈ സ്കൈനെറ്റിന്റെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഡെവലപ്മെന്റ് ഒക്കെ ഇയാളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇയാളെ കേറ്റിനെ വിളിച്ചിട്ട് പറയുന്നത്, കുറെ ദിവസമായില്ല നിന്നെ കണ്ടിട്ട്, ഈ വീക്കെൻഡിൽ നമുക്ക് എന്തായാലും മീറ്റ് ചെയ്യണമെന്നാണ്. അവളാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ളൊരു സ്റ്റാഫ് ഇപ്പോൾ റോബോട്ടിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അയാൾ പറയുന്നത്, നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു വൈറസ് കയറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. മുകളിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് AI ഉപയോഗിച്ചിട്ട് അതൊക്കെ ചെക്ക് ചെയ്യണമെന്നാണ്. നമുക്കത് തുടങ്ങിയാലോ? AI ആവുമ്പോൾ വെറും മിനിറ്റുകൾ കൊണ്ട് ആ വൈറസിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതേക്കുന്ന റോബോട്ട് പറയുന്നത്, വേണ്ട AI-നെ ഏൽപ്പിക്കണ്ട. AI-നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാറ്റലൈറ്റിന്റെ കാര്യങ്ങളടക്കം എല്ലാം ഒരൊറ്റ കമ്പ്യൂട്ടറിന്റെ കീഴിൽ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സ്കൈനെറ്റ് ഇതുവരെയായിട്ട് റെഡി ആയിട്ടില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനുഷ്യർ തന്നെ ചെയ്താൽ മതി എന്നാണ് റോബോട്ട് പറയുന്നത്. അങ്ങനെ സമയം രാത്രി. ഇനി കാണിക്കുന്നത് സിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് മാറി വിജനമായൊരു സ്ഥലമാണ്. അവിടെ ഇപ്പം ഒരു ഗോളം പ്രത്യക്ഷപ്പെട്ടു. അതിനകത്തുണ്ടായിരുന്നത് നമ്മുടെ നായകൻ. ഇവന്റെ പേരാണ് T-800. ഇവൻ അയച്ചിരിക്കുന്നത് ജോൺ കോണറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവനെ നമുക്ക് അർണോൾഡ് എന്ന് വിളിക്കാം. ഈ സമയം തന്നെ ജോൺ കോണർ ആണെങ്കിൽ ഇപ്പൊ ഒരു വണ്ടി വിളിച്ചിട്ട് സിറ്റിയിലേക്ക് എത്തി.
ആ ആക്സിഡന്റ് പറ്റിയതുകൊണ്ട് അവനിപ്പോൾ തീരെ വയ്യ. അതുകൊണ്ട് ഒരു ഹോസ്പിറ്റലാണ് അവനിപ്പോൾ അന്വേഷിക്കുന്നത്. പക്ഷെ സാധാരണ ഹോസ്പിറ്റലിലേക്ക് അവന് പോകാനും പറ്റത്തില്ല. എന്നാൽ ഇപ്പോൾ അവൻ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ആനിമൽസിന്റെ ഒരു ക്ലിനിക്കാണ്. അവൻ വേഗം അതിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അവിടുന്ന് കുറെ മരുന്നൊക്കെ എടുത്ത് കഴിച്ചു. ഈ സമയം അർണോൾഡ് ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ഒരു ബാറിലേക്കാണ്. അവന് ഡ്രസ്സൊക്കെ വേണമല്ലോ. പക്ഷെ അവൻ ആ ബാറിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഫുള്ള് പെണ്ണുങ്ങളാണ്. അവന് മാച്ചായ ഒരു ഡ്രസ്സ് പോലും അവനവിടെ കാണുന്നില്ല. എന്നാൽ ഈ സമയത്താണ് അവിടെ സ്റ്റേജിൽ നിന്നിട്ട് ഒരുത്തൻ പാട്ട് പാടുന്നത്. അവനെ സ്കാൻ ചെയ്യുമ്പോൾ അവന്റെ ഡ്രസ്സൊക്കെ അർണോൾഡ് ഒരു സ്യൂട്ടാണ്. അതുകൊണ്ട് അവൻ ചെന്നിട്ട് അയാളെ പിടിച്ചു. എന്നിട്ട് അയാളുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവൻ നോക്കുമ്പോൾ അവിടെ ഒരു ട്രക്ക് കിടക്കുന്നുണ്ട്. അതൊക്കെ തല്ലി പൊളിച്ചിട്ട് അതിന്റെ അകത്തേക്ക് കയറിയിട്ട് അവൻ വേഗം ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയം തന്നെ TX ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. അവൾക്ക് കൊല്ലാണ്ട് ഒരുത്തൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവൻ അവിടെ കണ്ടു. അവൾ ഉടനെ തന്നെ ആ തോക്കെടുത്തിട്ട് അവനെ അങ്ങോട്ട് വെടിവെച്ച് കൊല്ലാണ്. എന്നിട്ട് പെട്ടെന്ന് അവിടെ പോവുകയും ചെയ്തു. ഇനി കാണിക്കുന്നത് ഒരു വീട്ടിൽ കുറെ കുട്ടികൾ ഒരു പാർട്ടി നടത്തുന്നുണ്ട്. അവിടുത്തെ TVയിലായിട്ട് ഒരു ന്യൂസും കാണിക്കുന്നുണ്ട്. ആ ന്യൂസിൽ പറയുന്നത് ഒരു സൂപ്പർ വൈറസിന്റെ അറ്റാക്കിനെ കുറിച്ചാണ്. ഇപ്പൊ TX വന്നിരിക്കുന്നത് ആ വീട്ടിലേക്കാണ്. ഇവക്ക് കൊല്ലേണ്ട 2 ആൾക്കാർ ഈ വീട്ടിലുണ്ട്. അങ്ങനെ അവൾ വാതിൽ മുട്ടുമ്പോൾ വാതിൽ ഓർക്കുന്നത് അവിടെയുള്ള പയ്യനാണ്. ഇപ്പൊ അവനെ കണ്ടതും അവൾ 2 പേരുടെ ഡീറ്റെയിൽസ് ചോദിച്ചു. അതേക്ക് അവൻ പറയുന്നത് അതിലൊന്ന് ഞാനാണ്, മറ്റേ എന്റെ സിസ്റ്റർ, അവൾ അപ്സ്റ്റേഴ്സിലാണുള്ളത്. അവൻ അത് പറഞ്ഞതും അവൾ ഉടനെ തന്നെ അവനെ ഇങ്ങോട്ട് വെടിവെച്ച് കൊല്ലാണ്. ഇതേസമയം തന്നെ കേറ്റും അവളുടെ ഹസ്ബൻഡും നല്ല ഉറക്കമാണ്. അതിനിടയിലാണ് കേറ്റിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്നത്. ഇവള് വർക്ക് ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ട ജോൺ കോണർ പോയ ക്ലിനിക് ഉണ്ടല്ലോ അവിടെയാണ്. അവൾക്ക് വന്നിരിക്കുന്ന മെസ്സേജ് ഒരു ലേഡിയുടേതാണ്. ആ ലേഡിയുടെ പൂച്ചയ്ക്ക് എന്തൊരു അസുഖമുണ്ട്. അങ്ങനെ ആ മെസ്സേജ് വായിച്ചതിന് ശേഷം കേറ്റ് വേഗം റെഡിയായിട്ട് അവളുടെ ക്ലിനിക്കിലേക്ക് പോയി. ഈ സമയം ജോൺ ആണെങ്കിൽ ആ ക്ലിനിക്കിൽ ഇങ്ങനെ നിലത്ത് കിടക്കുന്നുണ്ട്. അവൻ ആ മരുന്ന് കുറെ കഴിച്ചല്ലോ, അത് കാരണം അവൻ മയങ്ങിപ്പോയി. അവന്റെ മുറിവിലെ ചോരയൊക്കെ ഒപ്പിയ ഒരു തുണിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഈ സമയത്താണ് കേറ്റ് അങ്ങോട്ട് വരുന്നത്. കേറ്റിന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും അവൻ വേഗം എഴുന്നേറ്റിട്ട് അകത്തേക്ക് പോയി. അങ്ങനെ കേറ്റ് ആ ക്ലിനിക്കിനകത്തേക്ക് കയറുമ്പോഴാണ് അവൾ താഴെ വീണ് കിടക്കുന്ന ആ മരുന്നിടപ്പി കാണുന്നത്. അവൾ അത് എടുത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ആരോ കയറിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായി. ഈ സമയത്താണ് ജോൺ അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അവൾ ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ അവൾ വിളിക്കുമ്പോഴേക്കും ജോൺ അവിടെ നിന്നൊരു തോക്ക് എടുത്തു. അവന്റെ കയ്യിലുള്ള ഈ തോക്ക് മൃഗങ്ങളെ ബോധം കെടുത്തുന്ന തോക്കാണ്. പോലീസിനൊന്നും വിളിക്കേണ്ട കാര്യമില്ല, എനിക്ക് കുറച്ച് മരുന്ന് വേണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതേക്കുന്ന അവള് പറയുന്നത്, അതിന് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇത് മൃഗങ്ങളുടെ ക്ലിനിക്കല്ലേ, കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് നിനക്ക് അങ്ങോട്ട് പോയി കൂടായിരുന്നു? അവൾ അത് പറയുമ്പോൾ അവൻ പറയുന്നത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല എന്നാണ്. ഈ സമയം അവൾ ചോദിക്കുന്നത്, നീ ഈ മരുന്ന് കുപ്പിന്ന് എത്ര മരുന്ന് കഴിച്ചു? ഇതെന്താ സംഭവം എന്ന് നിനക്കറിയോ? നായ്ക്കൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ കൊടുക്കുന്ന സാധനമാണ്, ഇതാരാ നിന്നോട് എടുത്ത് കഴിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് അവൾ ആ മരുന്ന് ഡപ്പി അവന്റെ അടുത്തേക്ക് ഇട്ടിട്ട് അവന്റെ കയ്യിൽ നിന്ന് തോക്ക് ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് അവന്റെ കാലിന് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് അവനെയും പിടിച്ച് അവിടെ ഒരു കൂട്ടിന്റെ അകത്തേക്ക് ആക്കിയിട്ട് വാലടക്കുകയും ചെയ്തു. ഈ സമയത്താണ് പുറത്തുനിന്ന് ബെല്ലടിക്കുന്നത്. അവൾ ചെന്നിട്ട് വാതിൽ ഉറക്കുമ്പോൾ അവൾക്ക് മെസ്സേജ് അയച്ച ലേഡിയാണ്. അവളുടെ പൂച്ചയ്ക്ക് തീരെ വയ്യ, നീ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കണം എന്നാണ് ലേഡി പറയുന്നത്. അതേക്ക് അവള് പറയുന്നത്, നിങ്ങളുടെ ഡോക്ടർ വരാൻ ഇനി സമയമെടുക്കും, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ റൂമിലേക്ക് പോയിരിക്കും, എനിക്ക് വേറൊരു പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ആ ലേഡി ആ റൂമിലേക്ക് ആക്കി. എന്നിട്ട് അവൾ തിരിച്ച് ജോണിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ജോണിന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോഴാണ് അവൾക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. 8ാം ക്ലാസ് വരെ ഇവളും ജോൺ ഒരുമിച്ചാണ് പഠിച്ചത്. ഇപ്പൊ അവനെ കണ്ടപ്പം അതാ ജോണാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. നീ ഇത്രയും കാലം എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് 8ാം ക്ലാസ്സിൽ വെച്ചിട്ട് നീ പഠിപ്പ് നിർത്തിയത്? എന്നിട്ട് നീ എങ്ങോട്ട് പോയി എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനവൻ വലിയ മറുപടി ഒന്നും പറയുന്നില്ല. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൾ എഴുന്നേറ്റിട്ട് വെളിയിലേക്ക് ഇറങ്ങി. അത് TX ആയിരുന്നു. TX ഇപ്പം അവിടെ ഇരുന്ന ആ ലേഡി അങ്ങോട്ട് വെടിവെച്ചു വന്നു. ആ ലേഡി മരിച്ചു വീണെന്ന് കാണുമ്പോൾ കേറ്റ് വേഗം അപ്പുറത്തേക്ക് മാറി ഒളിക്കുകയാണ്. അങ്ങനെ TX വന്നിട്ട് ആ ലേഡിയുടെ ബ്ലഡ് എടുത്തിട്ട് ഒന്ന് നക്കി നോക്കി. അതിൽ നിന്നും അവൾ അന്വേഷിച്ച് വന്ന കേറ്റ് അല്ല അത് എന്നൊക്കെ അവൾക്ക് മനസ്സിലായി. അങ്ങനെ TX അവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ താഴെ കിടക്കുന്ന ആ ചോരൊപ്പിയ തുണി അവൾക്ക് കിട്ടി. അവൾ അതൊന്ന് നക്കി നോക്കുമ്പോൾ അത് അവളുടെ പ്രൈമറി ടാർഗറ്റായ ജോൺ കോണറിന്റെ ബ്ലഡ് ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. മാത്രമല്ല അവൻ അവിടെ തന്നെയുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഈ സമയത്താണ് കേറ്റ് എഴുന്നേറ്റിട്ട് വെളിയിലേക്ക് ഓടുന്നത്. അത് കണ്ടതും TX അവൾക്ക് നേരെ ഷൂട്ട് ചെയ്തു. ഭാഗ്യത്തിന് അത് കേറ്റിനെ കൊണ്ടില്ല. അങ്ങനെ കേറ്റ് വേഗം ചെന്നിട്ട് അവളുടെ വണ്ടി എടുത്തു. എന്നാൽ അപ്പോഴേക്കും TX വന്നിട്ട് ആ വണ്ടിയുടെ ഡോറൊക്കെ തല്ലിപ്പൊളിച്ച് കേറ്റിന്റെ അടുത്ത് വെളിയിലേക്ക് ഇടാണ്. എന്നിട്ട് TX ഇപ്പോൾ അവളോട് ചോദിക്കുന്നത് ജോൺ കോണർ എവിടെ? എന്നാൽ അവളത് ചോദിച്ച് തീരുമ്പോഴാണ് അർണോൾഡ് ആ ട്രക്കുമായിട്ട് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ TXനെ അങ്ങോട്ട് ഇടിച്ചു തെറിപ്പിച്ചു. അതിനെ തുടർന്ന് അവിടെ ഒരു പൊട്ടിത്തെറി നടന്നു. ഇതൊക്കെ കണ്ട് കേറ്റ് ആണെങ്കിൽ ശരിക്കും ഞെട്ടിയാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ അർണോൾഡ് വേഗം തന്നെ കേറ്റിന്റെ അടുത്തേക്ക് എത്തി. അവനിപ്പോൾ അവളോട് ചോദിക്കുന്നത് നീ കേറ്റ് ആണോ എന്നാണ്. അവൾ അതേന്ന് പറയുമ്പോൾ അവൻ അവളെയും തൂക്കിയെടുത്ത് അവിടെയുള്ള ഒരു വാൻ്റെ അകത്തേക്ക് എത്തി. എന്നിട്ട് അവൻ അടുത്തായിട്ട് ചോദിക്കുന്നത് ജോൺ കോണർ എവിടെയെന്നാണ്. അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവള് പറയുന്നത് ജോൺ കോണർ എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ എന്നെ നിങ്ങൾ വെറുതെ വിടോ? വിടാം, എവിടെയുണ്ടെന്ന് പറ.
ഈ സമയം ജോൺ കോണർ എവിടെയാണ് എന്ന കാര്യം അവൾ പറഞ്ഞു കൊടുത്തു. ആ ക്ലിനിക്കിന്റെ അകത്ത് ഒരു കൂട്ടിലുണ്ടെന്ന്. അതേ കേൾക്കുമ്പോൾ എന്നാ പിന്നെ നീ ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അവൻ ആ ഡോർ അടയ്ക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ ഞാൻ പറഞ്ഞെന്ന് എന്നെ വിടുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, അത് ഞാൻ കളവ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അർണോൾഡ് ആ ഡോർ ക്ലോസ് ചെയ്തു. ഈ സമയം ജോൺ ആണെങ്കിൽ ആ കൂട്ടിനകത്ത് കിടക്കാണ്. അവനിപ്പം ആ TXന്റെ കൈ കാണുന്നുണ്ട്. അതിങ്ങനെ നേരെയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം അവന് മനസ്സിലായി. അവൻ വേഗത്തിന് ആ ഡോറും തുറന്നിട്ട് ആ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് അർണോൾഡ് അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ അർണോൾഡിനെയും കൂടെ കണ്ടപ്പം ജോണിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പൊ ജോൺ ചോദിക്കുന്നത്, അല്ല എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? എന്നെ കൊല്ലാനോ എന്നെ രക്ഷിക്കാനോ? അതേക്കുമ്പോ നീ സംരക്ഷിക്കപ്പെടേണ്ടവനാണ് എന്ന് പറഞ്ഞിട്ട് അർണോൾഡ് അവനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് അവരുടെ വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് TX അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അർണോൾഡ് അവനോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അർണോൾഡ് ഇപ്പൊ അവക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. ഈ ഒരു അവസരത്തിൽ ജോൺ വേഗം തന്നെ ആ വണ്ടി എടുത്തിട്ട് അവിടുന്ന് പോവുകയും ചെയ്തു. ആ വണ്ടിക്കകത്ത് തന്നെയാണ് കേറ്റും ഉള്ളത്. ഈ സമയം അർണോൾഡ് ആണെങ്കിൽ അവക്ക് നേരെ ഇങ്ങനെ തുരുതുര വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാണുന്ന TX എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവളുടെ കൈ ഒരു വെപ്പണാക്കി മാറ്റി. എന്നിട്ട് അർണോൾഡ് നേരെ ഷൂട്ട് ചെയ്തു. അതിന് തുറന്ന് അർണോൾഡ് പുറകിലൊക്കെ കണ്ട് തെറിച്ചു പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പോലീസുകാരൊക്കെ അങ്ങോട്ട് എത്തി. കുറെ പോലീസുകാരുണ്ട്. അതിൽ 2 പോലീസുകാർ ഇപ്പം നേരെ പോകുന്നത് അർണോൾഡിന്റെ അടുത്തേക്കാണ്. ഇവനൊരു റോബോട്ടാണെന്നൊന്നും ഇവർക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ആദ്യം അവർ അവന്റെ പൾസ് ചെക്ക് ചെയ്തു. എന്നാൽ പൾസ് ഇല്ല. മാത്രമല്ല അവന് ഹെവി വെയിറ്റ് ആയത് കാരണം അവർക്ക് അവനെ എടുത്തോണ്ട് പോകാനും പറ്റുന്നില്ല. ഇതേസമയം TX ചെന്നിരിക്കുന്നത് ഒരു പോലീസിന്റെ കാറിന്റെ അടുത്തേക്കാണ്. അവളിപ്പോൾ അവളുടെ കയ്യിൽ ഒരു ഡിവൈസ് എടുത്ത് ആ കാറിന്റെ സർക്യൂട്ടൊക്കെ ഹാക്ക് ചെയ്യാണ്. അങ്ങനെ ആ പണികളൊക്കെ തീർത്തതിന് ശേഷം അവൾ അവിടെയുള്ള ഒരു ട്രക്കിലേക്ക് കയറി. അവളിപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ വണ്ടികളും ഹാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്ക് അവിടെ ഇരുന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ അവൾ ആ കാറുകളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ജോണിന്റെ വണ്ടിയുടെ പുറകെ വിടുകയാണ്. അതിനുശേഷം അവൾ ആ ട്രക്കും എടുത്തിട്ട് ആ വണ്ടികളുടെ പുറകെ പോയി. ഈ സമയമാകുമ്പോഴേക്കും അർണോൾഡ് അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ വേഗം തന്നെ ഒരു പോലീസുകാരന്റെ ബൈക്കും മേടിച്ചിട്ട് അവളെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പിന്നീട് കുറേ നേരത്തേക്ക് അങ്ങോട്ട് കാണിക്കുന്നത് ഒരു ഗംഭീര ചേസിംഗ് ആണ്. TX ആദ്യം കൺട്രോൾ ചെയ്ത് വിട്ട വണ്ടികളുണ്ടല്ലോ, അതൊക്കെ ജോണിന്റെ വണ്ടിക്കിട്ട് ഇങ്ങനെ ഇടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ നിർത്താതെ വണ്ടി മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറകിലായിട്ട് TX അവരുടെ ട്രക്കും കൊണ്ടുവരുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും അർണോൾഡ് അങ്ങോട്ട് എത്തി. അങ്ങനെ ഈ ചേസിംഗിന്റെ ഒക്കെ അവസാനം അർണോൾഡ് ആ ട്രക്ക് തകർത്തിട്ട് ജോണിന്റെ വണ്ടിക്കകത്ത് കയറാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം ആ തകർന്ന ട്രക്കിന്റെ ഇടയിൽ നിന്നും TX പുറത്തേക്ക് വന്നു. അങ്ങനെ ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് അർണോൾഡ് ഇപ്പൊ ജോണിന്റെ തലയൊന്ന് പരിശോധിച്ചു. അവന് ബ്രെയിൻ ഇഞ്ചറി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്ന്. അങ്ങനെ ബ്രെയിൻ ഇഞ്ചറി പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാവിയിൽ ഇവനെ കൊണ്ട് കാര്യം ഉണ്ടാവത്തില്ലല്ലോ. പക്ഷെ അവൻ നോക്കുമ്പോൾ ജോണിന് കുഴപ്പമൊന്നുമില്ല. ഈ സമയം ജോൺ അർണോൾഡിനോട് ചോദിക്കുന്നത്, അല്ല നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? എന്റെ അമ്മയെ നിനക്ക് ഓർമ്മയില്ലേ? സാറാ കോണർ, നമ്മൾ ഒരുമിച്ചല്ലേ 10 വർഷം മുമ്പ് സൈബർഡൈൻ നശിപ്പിച്ച് ഹസ്തലവിസ്ത എന്നൊക്കെ നീ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ? അതെല്ലാം കേൾക്കുമ്പോൾ അർണോൾഡ് പറയുന്നത്, അത് ഞാനല്ല, അത് വേറെ റോബോട്ടാണെന്നാണ്. ഓ, അപ്പൊ നിന്നെ ഞാൻ ഇനി ആദ്യം മുതലേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണോ? ജോണിന് ശരിക്കും നിരാശയായി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവരിപ്പോഴും ആ ഹൈവേയിലൂടെ തന്നെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജോൺ ഒരു കാര്യം പറയുന്നത്, അല്ല എന്തിനാണ് കേറ്റിനെ ഇതിനകത്ത് പിടിച്ചു വെച്ചിരിക്കുന്നത്? അവളെ അങ്ങോട്ട് ഇറക്കി വിട്ടൂടെ? അവളാണെങ്കിൽ അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ഇല്ല ജോൺ, കേറ്റിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. കേറ്റും സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. അതെന്തിനാണ് അവളെ സംരക്ഷിക്കേണ്ടത്? അവരെന്റെ മാത്രം പുറകിലല്ലേ? അല്ല ജോൺ, അവർ നിന്റെ മാത്രം പുറകിലല്ല. ഈ കേറ്റ് അടക്കം വേറെയും കുറെ ആൾക്കാർ ഭാവിയിൽ നിന്നെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മിഷനിൽ നിന്റെ കൂടെ ഇവരെല്ലാവരെയും കൊന്നുകളയാനാണ് ആ TX ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവൻ അതും കൂടെ പറഞ്ഞു കഴിയുമ്പോൾ, അല്ല ഇതെന്താണ് പിന്നെയും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആ സൈബർഡൈൻ തകർത്തു. അതുകൊണ്ട് ആ ജഡ്ജ്മെന്റിന്റെ സ്റ്റോപ്പ് ആവേണ്ടതല്ലേ? ഇല്ല ജോൺ, ജഡ്ജ്മെന്റിന്റെ സ്റ്റോപ്പ് ആയിട്ടില്ല. 10 വർഷം മുമ്പ് ആ സൈബർഡൈൻ നശിപ്പിച്ചുകൊണ്ട് അത് മാറ്റിവെക്കപ്പെടാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ജഡ്ജ്മെന്റ് ഡേ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അർണോൾഡ് അത്രയും പറഞ്ഞു കഴിയുമ്പോഴാണ് അവന്റെ ശരീരത്തിൽ നിന്ന് പുക വരുന്നത്. അത് കാണുമ്പോൾ, നീ ഈ സ്റ്റിയറിംഗ് ഒന്ന് പിടിച്ചെന്ന് പറഞ്ഞിട്ട് അർണോൾഡ് ഇപ്പം അവന്റെ വയറ് കീറി. നീ ഇതെന്താണ് കാണിക്കുന്നത്? അത് കാണുമ്പോൾ ജോണിന് സംശയമായി. ഈ സമയം അർണോൾഡ് പറയുന്നത്, എന്റെ ശരീരത്തിന് പവർ കൊടുക്കുന്നത് 2 ഹൈഡ്രജൻ സെല്ലാണ്. ആ TX എന്നെ പ്ലാസ്മ അറ്റാക്ക് ചെയ്തപ്പം അതിലൊരു സെല്ല് കേടായി. അത് ഉടനെ തന്നെ എടുത്ത് ഒഴിവാക്കണം. ഈ TX എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള കോമ്പാക്റ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവളുടെ ശരീരത്തിന് പവർ കൊടുക്കുന്നത് പ്ലാസ്മ റിയാക്ടറും. മാത്രമല്ല അവളുടെ ശരീരത്തിൽ പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസും ഉണ്ട്. ഇതൊന്നും കൂടാതെ അവൾക്ക് മറ്റു മെഷീൻസിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. അവൻ അത് പറഞ്ഞു കഴിയുമ്പം, അപ്പൊ അവളെ നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ലേ? അതിനുള്ളൊരു വഴി നിനക്ക് കണ്ടെത്താൻ പറ്റുമല്ലോ അല്ലേ? അതൊന്നും പറയാൻ പറ്റത്തില്ല. അവൾ എന്നെക്കാളും പവർഫുള്ളാണ്. മാത്രമല്ല നല്ല വേഗതയുണ്ട്, ഇന്റലിജന്റും ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെക്കാളൊക്കെ എത്രയോ വലിയ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കില്ലിംഗ് മെഷീനാണ്. ഈ ടൈം ലൈനിലുള്ള എന്റെ പ്രസൻസ് അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നെപ്പോലത്തെ റോബോട്ടുകളെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് TXനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അർണോൾഡ് ഇപ്പോൾ അവന്റെ വയറ് കയറി അവന്റെ ശരീരത്തിൽ നിന്ന് ഡാമേജ് ആയിട്ടുള്ള ഹൈഡ്രജൻ സെല്ല് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അത് വെളിയിലേക്ക് ഒരൊറ്റ കൊടുക്കുകയാണ്.
അങ്ങനെ ആ സെല്ല് പുറത്തേക്ക് വീണ് കഴിയുമ്പം ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെയാണ് അത് പൊട്ടിത്തെറിക്കുന്നത്. ആ പൊട്ടിത്തെറി കാണുമ്പോൾ ജോൺ ശരിക്കും ഞെട്ടിപ്പോയി. ഇതെന്താണ് സംഭവം? അതേക്ക് അർണോൾഡ് പറയുന്നത്, എന്റെ ആ സെല്ലിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അതിൽ ഫ്യൂവൽ സെൽസ് ഒക്കെ അൺസ്റ്റേബിൾ ആവും, അതുകൊണ്ടാണ് അത് പൊട്ടിത്തെറിച്ചത്. അത്രയും പറഞ്ഞതിന് ശേഷം അർണോൾഡ് ഇപ്പോൾ അവിടുത്തെ ഒരു പെട്രോൾ പമ്പിലേക്ക് വണ്ടി നിർത്തി. എന്നിട്ട് അവൻ അകത്ത് ചെന്നിട്ട് കുറെ ഭക്ഷണ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അല്ല അതെല്ലാം എടുത്ത് തിരിച്ചു വരുമ്പോൾ അവൻ അവിടെ പൈസ ഒന്നും കൊടുക്കുന്നില്ല. ഈ സമയം അവിടെ ഒരു പയ്യനാണ് നിൽക്കുന്നത്. അർണോൾഡിന്റെ ആ വരവും പോക്കൊക്കെ കാണുമ്പോൾ അവൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട്. അങ്ങനെ അർണോൾഡും ടീമും അവരുടെ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ ആ പയ്യൻ അവരുടെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിച്ചു. എന്നിട്ട് വേഗം തന്നെ അവനത് പോലീസിനെ വിളിച്ചറിയിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവരിപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ തന്നെയാണ്. എന്നാൽ ഈ സമയം ജോൺ ആണെങ്കിൽ പുറകിൽ കേറ്റിന്റെ അടുത്താണ് ഇരിക്കുന്നത്. അവൻ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കേറ്റ് ആണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യത്തിലാണ്. കേറ്റ് ഇപ്പോൾ അവനോട് പറയുന്നത്, നീ ഒരൊറ്റൊരാൾ കാരണമാണ് ഞാനിപ്പോൾ ഈ പ്രശ്നത്തിൽ പെട്ടത്. നിങ്ങൾ എന്തിനാണ് എന്നെ കിഡ്നാപ്പ് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ നീ ആരാണ്? നീ എന്തൊക്കെയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവൻ മുന്നിലിരിക്കുന്ന അർണോൾഡിനെ വിളിച്ചു. ഇവള് ചോദിക്കുന്ന കേട്ടില്ല ഞാൻ ആരാണെന്ന്, നീ അതൊന്ന് പറഞ്ഞു കൊടുത്തേ. ഈ സമയം അർണോൾഡ് അവൻ ആരാണ് എന്ന് കാര്യം അവളുടെ അടുത്ത് പറയാണ്. ഇവന്റെ പേര് ജോൺ കോണർ, ലീഡർ ഓഫ് ദ വേൾഡ് വൈൽഡ് റെസിസ്റ്റൻസ്. ഇവനാണ് മനുഷ്യരാശിയുടെ അവസാനത്തെ പ്രതീക്ഷ. അത്രയും പറഞ്ഞതിന് ശേഷം അർണോൾഡ് ആ ചെറിയ വാതിൽ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. അതെല്ലാം കേൾക്കുമ്പോൾ കേറ്റ് പറയുന്നത്, ഓ നീ അങ്ങനെ ഒരാളാണല്ലേ, അപ്പൊ ആരാണ് നമ്മുടെ മുമ്പിൽ നിന്ന് വണ്ടി ഓടിക്കുന്നത്? അവൻ ഭാവിയിൽ നിന്ന് വന്ന ഒരു റോബോട്ടാണ്. അവനെ നിർമ്മിച്ചിരിക്കുന്നത് മെറ്റലിന്റെ അസ്ഥികൂടത്തില് ലിവിംഗ് ടിഷ്യൂ ഉപയോഗിച്ചിട്ടാണ്. അവൻ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാനും. പക്ഷെ അവനത് പറയുമ്പോൾ കേറ്റ് അതൊന്നും വിശ്വസിക്കുന്നില്ല. അവനെന്താ വട്ട് പറയുന്ന പോലെയാണ് അവൾക്കത് ഫീൽ ചെയ്യുന്നത്. ഈ സമയം അവള് പറയുന്നത്, എടോ എന്റെ വീട്ടിൽ എന്നെയും കാത്ത എന്റെ ഹസ്ബൻഡ് ഉണ്ട്, അവനിപ്പോ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾ അത് പറയുമ്പോൾ അതിനെക്കുറിച്ച് അവനൊന്നും പറയുന്നില്ല. ഒറ്റ കാര്യമാണ് അവൻ പറയുന്നത്, നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ ഈ മനോഹരമായിട്ടുള്ള ലോകം, അതൊന്നും അധിക കാലത്തേക്ക് ഉണ്ടാവത്തില്ല. ഈ സമയത്തിന്റെ കേറ്റിന്റെ ഹസ്ബൻഡ് ഇപ്പം അവളുടെ റൂമിൽ കിടക്കാണ്. ഇവന്റെ പേരാണ് സ്കോട്ട്. പെട്ടെന്ന് എന്തൊരു ശബ്ദം കേട്ട് അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവന്റെ അടുത്തായിട്ട് ആ TX ഇരിക്കുന്നുണ്ട്. TX ഉടനെ തന്നെ അവൻ ഇങ്ങോട്ട് കൊന്നുകളഞ്ഞു. എന്നാൽ ഈ സമയത്താണ് പുറത്തുനിന്ന് വാതിൽ മുട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും TX ഇപ്പം സ്കോട്ടിന്റെ രൂപത്തിൽ ആ വാതിൽ തുറന്നു. പുറത്ത് നിൽക്കുന്നത് പോലീസുകാരാണ്. നേരത്തെ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒരു പയ്യൻ വിളിച്ചിട്ടില്ലായിരുന്നു. അതിനെ തുറന്നാണ് അവർ പങ്കെടു വന്നിരിക്കുന്നത്. അവർ സ്കോട്ടാണെന്ന് വിചാരിച്ചിട്ട് ആ TXന്റെ അടുത്ത് പറയുന്നത്, നിങ്ങളുടെ വൈഫിന്റെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം നടന്നു, അവളെ ആരോ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്, അവളെ ഇപ്പൊ എങ്ങോട്ടാണ് അവർ കൊണ്ടുപോകുന്നത് എന്ന സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവളെ ഞങ്ങൾ രക്ഷിക്കുന്നതായിരിക്കും എന്നൊക്കെയാണ് പോലീസുകാർ പറയുന്നത്. അതേക്കുന്ന TX പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്നാണ്. ഈ സമയം തന്നെ അർണോൾഡ് അവരെയും കൊണ്ട് പോയിരിക്കുന്നത് ഒരു സെമിത്തേരിയിലേക്കാണ്. അവിടെ ഒരു ശവകുടീരമുണ്ട്. അവനിപ്പം അവരെയും കൊണ്ട് അതിനകത്തേക്ക് കയറി. ആ ഒരു ശവകുടീരം കാണുമ്പോൾ ജോൺ അത്ഭുതമായി. കാരണം അത് അവന്റെ അമ്മയുടെ ശവകുടീരമായിരുന്നു. അവന്റെ അമ്മയെ എവിടെയാണ് അടക്കം ചെയ്തത് എന്ന കാര്യം ഇവന് പോലും അറിയത്തില്ല. ഇപ്പോഴാണ് അവൻ ആ കാര്യം മനസ്സിലാവുന്നത്. എന്നാൽ അർണോൾഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശവകുടീരം പൊടിച്ചിട്ട് അതിനകത്തുനിന്ന് പെട്ടി പുറത്തേക്ക് എടുത്തു. എന്നാൽ അവനത് തുറക്കുമ്പം അതിനകത്തുണ്ടായിരുന്ന നിറയെ ആയുധങ്ങളാണ്. അത് കാണിച്ചു കൊടുത്തതിന് ശേഷം അർണോൾഡ് പറയുന്നത്, നിന്റെ അമ്മയെ അടക്കം ചെയ്ത് ഇവിടെയല്ല, മെക്സിക്കോയിലാണ്. അവളുടെ ഫ്രണ്ട്സ് അവളുടെ ചിതാഭസ്മം കടലിലേക്ക് ഒഴുക്കി. ഈ ആയുധങ്ങളൊക്കെ നിന്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം അവളുടെ ഫ്രണ്ട്സ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ആ കാര്യമൊക്കെ അർണോൾഡ് പറയുമ്പോൾ കേറ്റി ചോദിക്കുന്നത്, നിന്റെ അമ്മയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് പറ്റിയെന്നാണ്. എന്റെ അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. അങ്ങനെ ജോൺ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോഴാണ് പെട്ടെന്ന് കേറ്റ് അവിടെ നിന്ന് ഒരു തോക്കെടുക്കുന്നത്. എന്നിട്ട് അവള് അർണോൾഡിനെ അടിച്ചുകൂട്ടി. മര്യാദയ്ക്ക് എന്നെ വെറുതെ വിടുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്നാൽ അവളത് പറയുമ്പോൾ അർണോൾഡ് പറയുന്നത്, ഞാൻ നിന്നെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അവളത് കേൾക്കുന്നില്ല. അവൻ അവിടുന്ന് മാറത്തോണ്ട് അവൾ അവനെ ഷൂട്ട് ചെയ്തു. എന്നാൽ അർണോൾഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെടികൊണ്ട അവന്റെ വാഗൊണ്ട് പിടിച്ചു. എന്റെ അത് തുപ്പിക്കളയാണ്. അത് കണ്ട് അവൾ ശരിക്കും ഞെട്ടിപ്പോയി. ഈ സമയത്താണ് പുറത്തുനിന്നൊരു ബഹളം കേൾക്കുന്നത്. അത് പോലീസുകാരായിരുന്നു. അവരിപ്പോ 2-3 സ്മോക്ക് ഗ്രനേഡ് എടുത്തിട്ട് ആ ശവകുടീരത്തിനകത്തേക്ക് ഇട്ടു. അങ്ങനെ അവിടെ മൊത്തം പുക നിറഞ്ഞപ്പം കേറ്റ് വേഗം വെളിയിലേക്ക് ഓടി. അവളെ കണ്ടതും പോലീസുകാർ വേഗം തന്നെ അവൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് സെക്യൂർ ആക്കി. മാത്രമല്ല ബാക്കിയുള്ള പോലീസുകാർ അവിടെ മൊത്തം അങ്ങനെ വളഞ്ഞിരിക്കുകയാണ്. ഇതേസമയം തന്നെ TXന്റെ അടുത്തേക്ക് പോയ 2 പോലീസുകാർ അവളെ അവരുടെ കാറിൽ കയറ്റി ആ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇപ്പോഴും ആ സ്കോട്ടിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും എവിടെയാണ് അവരുള്ളത് എന്ന ലൊക്കേഷൻ ബാക്കിയുള്ള പോലീസുകാർ അവർ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കാര്യം ആ പോലീസുകാർ ഇപ്പോൾ പുറകിലിരിക്കുന്ന TXന്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ ലൊക്കേഷൻ കിട്ടിയതും TX അവന്മാരെ 2 പേരും കൊന്നുകളയാണ്. ഈ സമയമാകുമ്പോഴേക്കും അർണോൾഡ് ആണെങ്കിൽ ആ ശവകുടീരത്തിനകത്തുനിന്ന് ആ പെട്ടിയുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി. അവനെ കാണുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന പോലീസുകാരൊക്കെ അവന് നേരെ ഇങ്ങനെ തുരുതുര വെടിവെക്കുകയാണ്. എന്നാൽ അർണോൾഡിന്റെ കയ്യിൽ ഒരു മെഷീൻ ഗണ്ണുണ്ട്. അവൻ അത് വെച്ചിട്ട് ആ പോലീസുകാർക്ക് നേരെ ഷൂട്ട് ചെയ്തു. അത് കണ്ടത് പോലീസുകാരൊക്കെ അപ്പുറത്തേക്ക് മാറി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വണ്ടികളും അർണോൾഡ് തകർത്ത് കളഞ്ഞു. എന്നിട്ട് അവൻ അവിടെയൊക്കെ സ്കാൻ ചെയ്ത് നോക്കി. വണ്ടികളൊക്കെ തകർന്നു. ഒറ്റ മനുഷ്യൻ പോലും മരിച്ചിട്ടില്ല. ആ കാര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം അവൻ ആ പെട്ടിയെടുത്ത് അവിടെയുള്ള ഒരു വാൻ്റെ അകത്തേക്ക് ഇടാണ്. എന്നിട്ട് വേഗം അവൻ ആ വാൻ്റെ ഉള്ളിലേക്ക് കയറി. ആ പെട്ടിക്കകത്തായിരുന്നു ജോൺ കോണറിനെ അവൻ ഒളിപ്പിച്ചത്. ഇപ്പൊ അർണോൾഡ് ജോണിനോട് പറയുന്നത്, നമുക്ക് എത്രയും പെട്ടെന്ന് കേറ്റിനെ കണ്ടുപിടിക്കണം എന്നാണ്. അതേക്കുന്ന ജോൺ ചോദിക്കുന്നത്, എന്തിനാണ് അവളെ കണ്ടുപിടിക്കുന്നത്? അവൾക്ക് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ്?
ഉണ്ട് ജോൺ, അവൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവളിലൂടെയാണ് നീ സ്കൈനെറ്റിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. അങ്ങനെയാണ് നീ ആ റെസിസ്റ്റൻസ് ഫോം ചെയ്യുന്നത്. മാത്രമല്ല പിന്നീട് ഈ കളിയിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അവൻ ആ കാര്യം പറയുമ്പോൾ ജോണിനൊന്നും മനസ്സിലായില്ല. കുട്ടികളോ? അതേ ജോൺ, ഭാവിയിൽ കെയ്റ്റ് ആണ് നിന്റെ ഭാര്യയാവാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് വണ്ടിയെടുത്തു. ഈ സമയം പോലീസുകാർ അവരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറി അർണോൾഡ് വേഗം തന്നെ വണ്ടി ഓടിച്ചിട്ട് അവിടുന്ന് പോവാണ്. ഈ സമയം തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം കേറ്റ് ബസ് സെമിത്തേരിയിലൂടെ ഇങ്ങനെ ഓടാൻ തുടങ്ങി. ഈ സമയത്താണ് ആ TX അങ്ങോട്ട് വരുന്നത്. അവളിപ്പോഴും സ്കോട്ടിന്റെ രൂപത്തിലാണ്. ഇപ്പൊ അവനങ്ങോട്ട് വന്ന് കാണുമ്പോൾ കേറ്റിന് ഭയങ്കര സന്തോഷമായി. എന്നാൽ അടുത്ത സെക്കൻഡിൽ സ്കോട്ട് ഇപ്പം TX ആയിട്ട് മാറി. അത് കണ്ടതും അവൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇപ്പൊ TX അവളെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അർണോൾഡ് അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവന് റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ട് ആ TXനെ ഷൂട്ട് ചെയ്യാണ്. അതിൽപ്പെട്ട് അവൾ പുറകിലേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ വേഗം തന്നെ അവർ കേറ്റിനെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് പെട്ടെന്ന് മുന്നോട്ടെടുക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ TX എഴുന്നേറ്റു. അവളുടെ തോളിലാണ് ആ വെടികൊണ്ടിരിക്കുന്നത്. അത് മൊത്തം ഓട്ടയായി പോയി. എങ്കിലും അതൊക്കെ ഇപ്പോൾ ശരിയായിട്ട് വരികയും ചെയ്തു. അവൾ വേഗം തന്നെ അവരുടെ പുറകിൽ ഓടാൻ തുടങ്ങി. ഈ സമയം അർണോൾഡ് ആണെങ്കിൽ വളരെ വേഗത്തിൽ വണ്ടി മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കേറ്റിനാണെങ്കിൽ വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. അവൾ പറയുന്നത് അവളെങ്ങനെയാണ് സ്കോട്ടിന്റെ രൂപം എടുത്തത്? അതിന് മറുപടി പറയുന്നത് അർണോൾഡാണ്. ആ TX ഒരാളുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അവൾക്ക് ആരുടെ രൂപം സ്വീകരിക്കാൻ പറ്റും? അവളിപ്പോ നിന്റെ ഭർത്താവിന്റെ രൂപത്തിലാണെങ്കിൽ ഇനി നീ അവനെ നോക്കണ്ട, അവൾ അവനെ കൊന്നിട്ടുണ്ടാവും എന്നാണ് അർണോൾഡ് പറയുന്നത്. അങ്ങനെ അവരുടെ വണ്ടി കുറെ പോയി ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് പെട്ടെന്ന് TX അവന്റെ വണ്ടിയുടെ മുകളിലേക്ക് ചാടുന്നത്. എന്നിട്ട് അവൾ അവളുടെ കയ്യിൽ ഒരു മെഷീൻ വെച്ചിട്ട് ആ വണ്ടിയുടെ റൂഫ് മൊത്തം പൊളിക്കാൻ തുടങ്ങി. അത് കാണുന്ന അർണോൾഡ് ആണെങ്കിൽ ആ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെട്ടിക്കുന്നുണ്ട്. എന്നാൽ TX അതിന്റെ പിടുത്തം വിടുന്നില്ല. ഈ സമയം ജോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു തോക്ക് എടുത്തിട്ട് ഒക്കെ നേരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും അവൾ അവിടുന്ന് മാറുന്നില്ല. അതിനിടയിലാണ് ഒരു ട്രക്ക് അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അർണോൾഡ് വണ്ടി വെട്ടിച്ചിട്ട് ആ ട്രക്കിന്റെ അടിയിൽ കൂടെ എടുക്കുകയാണ്. അതോടുകൂടെ മുകളിലിരുന്നിരുന്ന TX തെറിച്ചുപോയി. അങ്ങനെ ആ വണ്ടിയുടെ റൂഫ് മൊത്തം തകർന്നിട്ടാണ് അർണോൾഡ് ആ വണ്ടി മറ്റൊരു റോഡിലേക്ക് ഇറക്കുന്നത്. ഇനിയിപ്പോൾ ഉടനെ തന്നെ അവർക്ക് മറ്റൊരു വണ്ടി ആവശ്യമുണ്ട്. ഈ സമയം തന്നെ TX അവിടെ നിന്ന് എഴുന്നേറ്റു. അവൾ അവളുടെ വെപ്പൺ ചെക്ക് ചെയ്യുമ്പോൾ അവളുടെ പ്രൈമറി വെപ്പൺ കേടുവന്നു. അതുകൊണ്ട് അവൾ ഒരു ആൾട്ടർനേറ്റ് വെപ്പൺ എടുക്കുകയാണ്. എന്നിട്ട് അവൾ അത് പരീക്ഷിക്കാൻ തുടങ്ങി. അതിൽ നിന്നും ഇങ്ങനെ ശക്തിയായിട്ട് തീതു പോകും. അതൊക്കെ അവൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ട്രക്കിന്റെ ഡ്രൈവർ കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട് പേടിക്കുന്ന അയാൾ വേഗം അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അർണോൾഡും ടീമും ഇപ്പോൾ ഒരു ക്യാമ്പറവാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അർണോൾഡ് ഉടനെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ മൊത്തം ചെക്ക് ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ കേറ്റ് ആണെങ്കിൽ സ്കോട്ട് മരിച്ചതുകൊണ്ട് വല്ലാത്ത വിഷമത്തിലാണ് ഇരിക്കുന്നത്. ഈ സമയം ജോൺ ഇപ്പൊ അർണോൾഡിന്റെ അടുത്തിരിക്കുന്നു. എന്നിട്ട് അവൻ ചോദിക്കുന്നത്, നീ പറഞ്ഞില്ലേ ആ TX വേറെയും കുറെ ആൾക്കാരെ കൊല്ലുന്നുണ്ടെന്ന്, അത് ആരൊക്കെയാണ്? അത് കേൾക്കുമ്പോൾ അർണോൾഡ് ആ പേരുകളൊക്കെ പറയാൻ തുടങ്ങി. ആ കൂട്ടത്തില് കേറ്റിന്റെ അച്ഛനായ റോബർട്ടും ഉണ്ടായിരുന്നു. എന്റെ അച്ഛനെ കൊല്ലുമെന്നോ? എന്തിനാണ് എന്റെ അച്ഛനെ കൊല്ലുന്നത്? അതേക്കുന്ന അർണോൾഡ് പറയുന്നത്, നിന്റെ അച്ഛനാണ് ഈ സ്കൈനെറ്റിന്റെ വെപ്പൺസിന്റെ ഒക്കെ മേൽനോട്ടം വഹിക്കുന്നത്. അവൻ അത് പറയുമ്പോൾ ജോൺ ഒരു കാര്യം മനസ്സിലായി. അപ്പൊ ഇവളുടെ അച്ഛന് സ്കൈനെറ്റിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവളുടെ അച്ഛനെ രക്ഷിച്ചാൽ പറ്റൂ, ഇതെന്റെ ഓർഡറാണ്. എന്നാൽ അർണോൾഡ് അത് സമ്മതിക്കുന്നില്ല. നിന്റെ ഓർഡർ അനുസരിക്കാൻ വേണ്ടിയിട്ടല്ല എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, അത് മാത്രമാണ് എന്റെ ഡ്യൂട്ടി. പിന്നെ ഇന്ന് വൈകുന്നേരം 6:15 ഈ സ്കൈനെറ്റ് സ്വയം അതിന്റെ കൺട്രോൾ ഏറ്റെടുക്കും. അതിനുശേഷം അത് ഈ ലോകം മൊത്തം ന്യൂക്ലിയർ ബോംബുകൾ വിക്ഷേപിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യത്തെ ബ്ലാസ്റ്റ് നടക്കുന്നതിന് മുമ്പ് നമുക്ക് മെക്സിക്കോയിലേക്ക് പോകണം. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ ഇന്നാണ് ജഡ്ജ്മെന്റ് ഡേ എന്ന കാര്യം ജോണിന് മനസ്സിലായി. ഈ സമയം അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തോക്കെടുത്തിട്ട് അവന്റെ തലയ്ക്ക് വെച്ചു. ഞാനുണ്ടെങ്കിലല്ലേ ഭാവിയിലെ കാര്യങ്ങളൊക്കെ ശരിയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ ഇവളുടെ അച്ഛനെ രക്ഷിക്കണം. അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അർണോൾഡ് അതിന് സമ്മതിച്ചു. അങ്ങനെ അവർ വേഗം തന്നെ ആ ക്യാമ്പർ വാനും എടുത്തിട്ട് അവളുടെ അച്ഛന്റെ സ്ഥലത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് കേറ്റ് ആണെങ്കിൽ ആര്യയ്ക്ക് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആര്യ അവൾക്ക് കണക്ഷൻ കിട്ടുന്നില്ല. അത് കാരണം അർണോൾഡ് പറയുന്നത്, നീ വെറുതെ ട്രൈ ചെയ്യണ്ട. സ്കൈനെറ്റ് ഇപ്പം ഈ ലോകം മൊത്തം അതിന്റെ കൺട്രോൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നീ ആരെ വിളിച്ചാലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല. അവൻ അത് പറയുമ്പോൾ കേറ്റ് വയ്ക്കുന്നത്, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഭാവിയിൽ മനുഷ്യരും യന്ത്രങ്ങളും തമ്മിലാണ് യുദ്ധം എന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് എന്താണ് നീ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, എന്നെ സൃഷ്ടിച്ചത് ഒരു കില്ലിംഗ് മെഷീൻ ആയിട്ടാണ്. പക്ഷെ ഭാവിയിലെ റെസിസ്റ്റൻസ് ടീം, അതായത് നിങ്ങൾ മനുഷ്യർ, എന്നെ പിടിച്ചിട്ട് റീപ്രോഗ്രാം ചെയ്തു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഓ അങ്ങനെയാണല്ലേ? അപ്പൊ ഈ യാത്രയിൽ ഞങ്ങൾ കൊല്ലപ്പെട്ട നീ എന്ത് ചെയ്യും? നിങ്ങൾ ഒരിക്കലും കൊല്ലപ്പെടത്തില്ല. കാരണം നിങ്ങൾ കൊല്ലപ്പെട്ട പിന്നെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് അവന്റെ ചോദ്യം. അവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കേറ്റ് ഇപ്പം അവൻ്റെ അടുത്തൊരു താങ്ക്സ് പറഞ്ഞു, അവർ ഈ കാര്യങ്ങളിലൊക്കെ രക്ഷിച്ചേന്. അതേക്ക് അർണോൾഡ് പറയുന്നത്, നീ എൻ്റെ അടുത്ത് താങ്ക്സ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ അനുസരിക്കാനാണ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അവൻ അത് പറയുമ്പോൾ അവർക്ക് ഡൗട്ടായി, നീ എന്തിനാണ് എന്നെ അനുസരിക്കേണ്ട കാര്യം?
അവളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അവന്റെ മറുപടി കേട്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2032 ഈ കെയ്റ്റ് ആയിരിക്കും ജോൺ കോണറിന്റെ വൈഫ്. ആ സമയത്ത് അർണോൾഡാണ് ജോൺ കോണറിനെ കൊല്ലുന്നത്. അങ്ങനെ അവനെ കൊന്നു കഴിഞ്ഞതിന് ശേഷം കെയ്റ്റ് അർണോൾഡിനെ പിടിച്ചിട്ട് റീപ്രോഗ്രാം ചെയ്തു. എന്നിട്ട് അവളാണ് അർണോൾഡിന്റെ പാസ്റ്റിലേക്ക് അയക്കുന്നത്. ഇപ്പൊ അവനത് പറഞ്ഞു കഴിയുമ്പോൾ ഭാവിയിൽ ഇവനാണ് തന്റെ ഭർത്താവ് എന്ന് പറയുമ്പോൾ കെയ്റ്റിന്റെ എക്സ്പ്രഷൻ ഒരു കോമഡി ആയിരുന്നു. ഇവനെ പോലെ ഒരു വൃത്തികെട്ടവനാണ് എന്റെ ഭർത്താവ്. എന്നാൽ ജോണും വിട്ടുകൊടുക്കുന്നില്ല. നീയാണ് എന്റെ ഭാര്യ, നീ എന്റെ ടൈപ്പേ അല്ല എന്നാണ് അവൻ പറയുന്നത്. ഇതേ സമയം തന്നെ ആ റോബർട്ട് ആണെങ്കിൽ അയാളുടെ ഓഫീസിൽ നിൽക്കുകയാണ്. അവിടെ ഇപ്പം മൊത്തത്തിൽ പ്രശ്നമായിട്ടുണ്ട്. ആ വൈറസ് കയറിയത് കാരണം ഇവർക്ക് അവിടുത്തെ കൺട്രോൾ മൊത്തം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവർ നോക്കുമ്പോൾ അവിടെ ഒരു ഡ്രോൺ ഇപ്പം സ്വന്തമായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനാർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ട് റോബർട്ടിനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയം തന്നെ TX ആണെങ്കിൽ ഇപ്പൊ അവരുടെ ഓഫീസിലേക്ക് എത്തി. അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ യൂണിഫോം ധരിച്ചിട്ട്. എന്നാൽ ആ കാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവരുടെ ചെയർമാൻ ഇപ്പം റോബർട്ടിനെ വിളിച്ചു. ഇപ്പൊ മൊത്തം പ്രശ്നമാണ് എന്ന കാര്യം അയാൾ പറഞ്ഞിട്ടുണ്ട്. അയാളിപ്പോ റോബർട്ടിന്റെ അടുത്ത് പറയുന്നത് എത്രയും പെട്ടെന്ന് സ്കൈനെറ്റിൽ ഓൺലൈനിൽ വരുത്തണം, ബാക്കി കാര്യങ്ങളൊക്കെ അത് നോക്കിക്കൊള്ളുന്നതാണ്. അത് സമ്മതിക്കാന്നല്ലാതെ റോബർട്ടിന്റെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗവുമില്ല. ഈ സമയം തന്നെ TX നേരെ പോയിരിക്കുന്നത് അവിടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറെ മെഷീൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടുത്തേക്കാണ്. അതൊന്നും ഇതുവരെ ഓപ്പറേഷനിലായിട്ടില്ല. അങ്ങനെ TX ഉടനെ തന്നെ അവളുടെ കയ്യിലുള്ള ഡിവൈസ് വെച്ചിട്ട് ആ മെഷീൻസിനൊക്കെ ഹാക്ക് ചെയ്തു. ഈ സമയം തന്നെ റോബർട്ട് ആണെങ്കിൽ ആ സ്കൈനെറ്റിനെ ആക്ടിവേറ്റ് ചെയ്തു. അതിനെ തുടർന്ന് അത് ലോകം മൊത്തമുള്ള നെറ്റ്വർക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാണ്. ഇവരുടെ വിചാരം അത് വൈറസിനെ സെർച്ച് ചെയ്യാമെന്നാണ്. എന്നാൽ സ്കൈനെറ്റ് ഇപ്പം ലോകം മൊത്തം അതിനെ കൺട്രോൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ ഒരു അലാറം അടിക്കുന്നത്. അതിനെ തുടർന്ന് അവരുടെ കമ്പ്യൂട്ടർ മൊത്തം എറർ കാണിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് കെയ്റ്റ് അങ്ങോട്ട് ഓടി വരുന്നത്. അവളെ കാണുമ്പോൾ റോബർട്ടിന് ശരിക്കും അത്ഭുതമായി. എന്നാൽ അവൾ അയാളുടെ അടുത്തേക്ക് എത്തിയതും അർണോൾഡ് വന്നിട്ട് അവളിങ്ങനെ തുരുതുര ഷൂട്ട് ചെയ്യാണ്. അത് ഒറിജിനൽ കെയ്റ്റ് അല്ല, അത് TX ആണ്. ഇപ്പൊ അർണോൾഡിന്റെ പുറകിൽ ഒറിജിനൽ കെയ്റ്റ് നിൽക്കുന്നുണ്ട്. അങ്ങനെ TX ഇപ്പൊ അവളുടെ രൂപത്തിലേക്ക് വന്നു. എന്നിട്ട് പെട്ടെന്ന് ആ റോബർട്ടിനെ ഷൂട്ട് ചെയ്യാണ്. അയാൾക്ക് ആ വെടി കൊള്ളുകയും ചെയ്തു. ഈ സമയം അർണോൾഡ് TXനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ മൊത്തം പൊളിച്ചിട്ട് അവൾ നേരെ താഴേക്ക് വീണു പോവാണ്. അങ്ങനെ അവൾ വീണ് കഴിഞ്ഞതിന് ശേഷം അർണോൾഡ് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ നല്ല താഴ്ചയിലേക്കാണ് TX ഇപ്പോൾ വീണു പോയിരിക്കുന്നത്. പക്ഷെ അവൾ ഉറപ്പായിട്ട് തിരിച്ചു വരും എന്ന കാര്യം അർണോൾഡിന് അറിയാം. ഈ സമയം തന്നെ കെയ്റ്റും ജോണും നേരെ പോയിരിക്കുന്നത് റോബർട്ടിന്റെ അടുത്തേക്കാണ്. അയാൾ ഇതുവരെ മരിച്ചിട്ടില്ല. ജോൺ ഇപ്പോൾ അയാളോട് ചോദിക്കുന്നത് ഈ സ്കൈനെറ്റ് എങ്ങനെയാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്, അതിന്റെ കോർ എവിടെയാണുള്ളത്, അത് ഈ ബിൽഡിംഗിൽ തന്നെയാണോ? അതേക്കുന്ന റോബർട്ട് പറയുന്നത് സ്കൈനെറ്റിൽ ഒരു വൈറസ് ഇൻഫെക്റ്റഡ് ആയിരിക്കുകയാണെന്നാണ്. അതേക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്കൈനെറ്റിന് ഒരു വൈറസും ബാധിച്ചിട്ടില്ല, ഈ സ്കൈനെറ്റ് തന്നെയാണ് വൈറസ്. അവൻ അത് പറഞ്ഞു കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അർണോൾഡാണ് പറയുന്നത്. സ്കൈനെറ്റ് ഇപ്പം സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇനി 1 മണിക്കൂറിനകം അത് മനുഷ്യർക്കെതിരെ ഒരു മാസീവ് ആയിട്ടുള്ള ന്യൂക്ലിയർ അറ്റാക്ക് നടത്തും. അവൻ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോഴാണ് നേരത്തെ TX ഹാക്ക് ചെയ്ത ആ മെഷീൻസ് ഒക്കെ അങ്ങോട്ട് വരുന്നത്. അതെല്ലാം ഇപ്പൊ സ്വന്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിങ്ങനെ വന്നിട്ട് തുരുതുര വെടിവെക്കാൻ തുടങ്ങി. ആൾക്കാരാണെങ്കിൽ പേടിച്ചിങ്ങനെ ചിതറി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുറെ ആൾക്കാർ വെടിയേറ്റ് വീഴുകയും ചെയ്തു. ഇതെല്ലാം കാണുമ്പോൾ റോബർട്ട് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്റെ ഓഫീസിലേക്ക് പോകണം, അവിടെ ഫയലിലായിട്ട് ഇവിടുത്തെ ആക്സസ് കോഡ്സ് ഒക്കെ ഉണ്ട്. ഈ സമയം ആ മെഷീൻസ് ആണെങ്കിൽ ഇങ്ങനെ വെടിവെച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ആ TX അങ്ങോട്ട് വരുന്നത്. ഇതേ സമയം തന്നെ അർണോൾഡും ടീമും ആ റോബർട്ടിനെയും കൊണ്ട് അയാളുടെ ഓഫീസിലേക്ക് നടക്കുകയാണ്. ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് 2 മെഷീൻസ് അവരുടെ മുമ്പിലേക്ക് വരുന്നത്. അത് കണ്ടതും അവരവിടെ മറിഞ്ഞു നിന്നു. ഈ സമയം 2 മെഷീൻസും മനുഷ്യരവിടെ ഉണ്ടോ എന്നൊക്കെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് അർണോൾഡ് ഇപ്പം ഒരു മെഷീന്റെ അടുത്തേക്ക് ചാടുന്നത്. ചാടി ഉടനെ തന്നെ അവൻ അതിന്റെ തല ഇങ്ങോട്ട് പറിച്ചെടുത്തു. എന്നിട്ട് അതിന്റെ കയ്യിലുള്ള തോക്ക് വെച്ചിട്ട് മറ്റേ മെഷീന് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിനെ തകർത്ത് കളയുകയും ചെയ്തു. അങ്ങനെ ആ മെഷീൻസിനൊക്കെ തകർത്ത് കളഞ്ഞതിന് ശേഷം അർണോൾഡും ടീമും ഇപ്പൊ റോബർട്ടിന്റെ ഓഫീസിലേക്ക് എത്തി. അവിടുത്തെ ഒരു ഷെൽഫ് പരിശോധിക്കാനാണ് റോബർട്ട് ഇപ്പം ജോണിന്റെ അടുത്ത് പറയുന്നത്. ജോൺ അവിടെ ചെക്ക് ചെയ്യുമ്പോൾ ആ ഷെൽഫിൽ നിന്നും അവന് ചുവന്നൊരു ഫയൽ കിട്ടി. അത് അവൻ എടുത്തു കഴിയുമ്പോൾ അയാൾ പറയുന്നത് നിങ്ങൾ ഉടനെ തന്നെ ക്രിസ്റ്റൽ പീക്കിലേക്ക് പോകണമെന്നാണ്. പക്ഷെ ആ സ്ഥലം എവിടെയാണ് എന്ന കാര്യം അവർക്ക് അറിയത്തില്ല. എന്നാൽ അർണോൾഡിന് അതറിയാം. അർണോൾഡ് പറയുന്നത് അത് നെവാഡ മരുഭൂമിയിലാണെന്നാണ്. അങ്ങനെ അർണോൾഡ് ആ സ്ഥലം പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ റോബർട്ട് ഇപ്പോൾ അവരോട് പറയുന്നത് ആ സ്ഥലമാണ് നിങ്ങൾക്ക് ആകെയുള്ള ഒരൊറ്റ ചാൻസ്. പക്ഷെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ആവശ്യമുണ്ട്. ഈ ബിൽഡിങ്ങിലായിട്ട് ഒരു പാർട്ടിക്കൽ ആക്സിലറേറ്റർ ഉണ്ട്. അതിന്റെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ പ്ലെയിനിന്റെ അടുത്തേക്ക് എത്താൻ പറ്റും. അത്രയും കാര്യങ്ങൾ പറയുമ്പോഴേക്കും അയാളാണെങ്കിൽ മരിച്ചു പോവുകയും ചെയ്തു. അതൊക്കെ കണ്ട് കെയ്റ്റ് ആണെങ്കിൽ വല്ലാത്തൊരു സങ്കടത്തിലിരിക്കുകയാണ്. അങ്ങനെ അർണോൾഡും ടീമും വേഗം തന്നെ ആ ഓഫീസിന്റെ വെളിയിലേക്ക് വന്നു. എന്നാൽ ഈ സമയത്താണ് TX അങ്ങോട്ട് വരുന്നത്. അത് കണ്ടതും അർണോൾഡ് അവരോട് അവിടുന്ന് ഓടാൻ പറഞ്ഞു. എന്നിട്ട് അവന്റെ തോക്ക് എടുക്കാണ്. എന്നാൽ തോക്കിനകത്ത് ഉണ്ടയില്ല. ഈ സമയം അവനെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു സിലിണ്ടർ എടുത്തിട്ട് TXുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ ആ സിലിണ്ടർ വെച്ചിട്ട് അവളുടെ തലക്കിട്ടൊരു അടി കൊടുത്തു. എന്നാൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ആ തല ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെയും നേരത്തെ വന്നു. ഒരു പോറൽ പോലും ഒക്കെ പറ്റിയിട്ടില്ല. അങ്ങനെ അവൻ അവളെ അടിക്കാൻ വേണ്ടി പിന്നെ ആ സിലിണ്ടർ എടുത്തു. എന്നാൽ അത് തകർത്ത് കളഞ്ഞിട്ട് അവൾ അവനിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ്. അവനാണെങ്കിൽ തെറിച്ചു പോവുകയും ചെയ്തു.
അങ്ങനെ കുറെ നേരം ഇവർ തമ്മിലുള്ള ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനിടയിൽ അവൾ അവളുടെ കയ്യിൽ ആ തീ തുപ്പുന്ന സാധനം എടുത്തിട്ട് അവന്റെ മുഖത്തേക്ക് തീ അടിക്കുകയാണ്. അതോടുകൂടി അവന്റെ മുഖത്തിന്റെ ഒരു ഭാഗം മൊത്തം കരിഞ്ഞുപോയി. ഈ സമയം അർണോൾഡ് എന്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വയറ് തൂങ്ങി കിടക്കുന്നുണ്ട്. അത് വെച്ചിട്ട് അവളുടെ ദേഹത്തേക്ക് ഷോക്ക് അടിപ്പിച്ചു. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും പുറകിലേക്ക് തെറിച്ചു വീഴാണ്. അങ്ങനെ തെറിച്ചു വീണ് കഴിയുമ്പോൾ അർണോൾഡിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്നാൽ അവക്കാണെങ്കിലും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അങ്ങനെ അവൾ വേഗം തന്നെ അർണോൾഡിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവരുടെ തലക്കിട്ടൊരു ചവിട്ട് കൊടുക്കുകയാണ്. അതോടുകൂടെ അവന്റെ തല അറ്റുപോയി. മാത്രമല്ല അവൾ അവളുടെ കയ്യിലെ ഡിവൈസ് വെച്ചിട്ട് അവനെ ഹാക്ക് ചെയ്യുകയും ചെയ്തു. ഇതേസമയം തന്നെ ജോണും കേറ്റും ഇപ്പൊ ആ പാർട്ടിക്കൽ ആക്സിലേറ്റർ ഉള്ള സ്ഥലത്തേക്ക് എത്തി. ഇനിയിപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് അവർക്ക് പോകണം. എന്നാൽ അങ്ങോട്ട് അവർ ഓടുമ്പോഴാണ് ഒരു ഡ്രോൺ അങ്ങോട്ട് വരുന്നത്. അത് വന്ന ഉടനെ തന്നെ 2 മിസൈലുകൾ ഷൂട്ട് ചെയ്തു. അത് കണ്ടതും അവർ നേരെ താഴേക്ക് കടന്നു. അങ്ങനെ മിസൈലുകൾ പോയിട്ട് അപ്പുറത്ത് നിന്നിട്ട് പൊട്ടിത്തെറിച്ചു. പിന്നീട് ആ ഡ്രോൺ സ്കാൻ ചെയ്യുമ്പോൾ ഇവർ താഴെ കിടക്കുന്നതായതുകൊണ്ട് അവരതിനെ കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഡ്രോൺ ഇപ്പൊ മുന്നോട്ട് പോയി. എന്നിട്ട് അവിടേക്ക് ഒന്ന് സെർച്ച് ചെയ്തതിനു ശേഷം പിന്നെയും കറങ്ങി തിരിഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. അത് കണ്ടതും കേറ്റ് എഴുന്നേറ്റിട്ട് അവിടെ കിടക്കുന്ന തോക്കെടുത്ത് ആ ഡ്രോണിനെ അങ്ങോട്ട് തകർത്ത് കളഞ്ഞു. അവളുടെ ആ ഒരു പ്രവൃത്തി കാണുമ്പോൾ ജോൺ ഇങ്ങനെ അന്തം വിട്ട് അവളെ നോക്കി നിൽക്കുകയാണ്. അത് കാണുമ്പോൾ നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത്. ഒന്നുമില്ല, നിന്നെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഓർത്തുപോയി എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. അങ്ങനെ കേറ്റും ജോണും കൂടെ ആ പാർട്ടിക്കൽ ആക്സിലേറ്ററിന്റെ കൺട്രോൾ റൂമിലേക്ക് വന്നു. ഇപ്പൊ അവരവിടെ നിന്നിട്ട് അവിടുത്തെ CCTV നോക്കുമ്പോൾ TX അങ്ങോട്ട് വരുന്നത് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് കാണുന്ന ജോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിക്കൽ ആക്സിലേറ്ററിന് ഓൺ ആക്കുകയാണ്. അതിനെ തുടർന്ന് അത് പതുക്കെ ഇങ്ങനെ ഓൺ ആയിട്ട് വരാൻ തുടങ്ങി. അതിനുശേഷം അവർ വേഗം തന്നെ ആ ആക്സിലേറ്ററിന്റെ ഉള്ളിലേക്ക് കയറി. ഈ സമയമ്പോഴേക്ക് TX അങ്ങോട്ട് എത്തി. TX ഇപ്പം അതിൽ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവളിങ്ങനെ തീ അടിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി വളരെ കഷ്ടപ്പെട്ടാണ് അവരിങ്ങനെ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് ആ പാർട്ടിക്കൽ ആക്സിലേറ്റർ മൊത്തത്തിൽ ഓണാവുന്നത്. അതോടുകൂടെ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഓണായി. അതിനെ തുടർന്ന് TX ഇപ്പം അതിൽ പറ്റിപ്പിടിച്ചു. മാത്രമല്ല അവളിങ്ങനെ മെൽറ്റ് ആവാനും തുടങ്ങി. ഈ ഒരു അവസരത്തിൽ അവരാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഈ സമയം തന്നെ അവിടെ കിടക്കുന്ന അർണോൾഡ് ആണെങ്കിൽ എഴുന്നേറ്റു. അവനിപ്പം അവന്റെ തല എടുത്തിട്ട് അവന്റെ ശരീരത്തിൽ ഫിക്സ് ചെയ്യാണ്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും അർണോൾഡ് അല്ല. അവനെ അവളെ ഹാക്ക് ചെയ്തുകൊണ്ട് അവനിപ്പോൾ പഴയതുപോലെ ഒരു ടെർമിനേറ്റർ ആണ്. പക്ഷെ അവന്റെ ഉള്ളിൽ ചെറിയൊരു ബോധമുണ്ട്. ഈ സമയം ആ TX ആണെങ്കിൽ ഇങ്ങനെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിലെ കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ഓൺ ആക്കിയിട്ട് ആ ട്യൂബ് അങ്ങോട്ട് കട്ട് ചെയ്ത ആള്. ഇതേസമയം തന്നെ കേറ്റും ജോണും ആ വിമാനത്തിന്റെ അടുത്തേക്ക് എത്തി. കേറ്റ് വേഗം തന്നെ ചെന്നിട്ട് വിമാനം ഓണാക്കാൻ തുടങ്ങി. ഇവയ്ക്ക് ഈ വിമാനം ഓടിക്കാനൊക്കെ അറിയാം. ഈ സമയത്താണ് അർണോൾഡ് അങ്ങോട്ട് വരുന്നത്. അവനെ കാണുമ്പോൾ ജോൺ ഇപ്പോൾ അവന്റെ അടുത്തേക്ക് നടക്കുകയാണ്. എന്നാൽ ജോൺ അങ്ങോട്ട് നടന്നു വരുന്ന കാണുമ്പോൾ അർണോൾഡ് പറയുന്നത് നീ ഇപ്പം എൻ്റെ അടുത്തേക്ക് വരരുത്, ഞാനിപ്പോൾ എൻ്റെ കൺട്രോളിലല്ല, അതോട് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്ക് എന്നൊക്കെയാണ് അർണോൾഡ് പറയുന്നത്. അത് കേട്ടതും അവൻ വേഗം ചെന്നിട്ട് വിമാനത്തിൽ കയറി. എന്നാൽ അപ്പോഴേക്കും വന്നിട്ട് അർണോൾഡ് അവനെ പിടിച്ചു. എന്നിട്ട് അവനെ പുറത്തേക്ക് ഇടുകയും ചെയ്തു. അർണോൾഡ് ഇങ്ങനെ അവനെ ഓരോ ഇടി ഇടിക്കുമ്പോഴും അവൻ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കൺട്രോൾ കിട്ടാത്തതുകൊണ്ടാണെന്ന്. അതിൽ നിന്ന് അവന് ചെറിയൊരു ബോധമുണ്ട് എന്ന കാര്യം ജോണിന് മനസ്സിലായി. അതുകൊണ്ട് ജോൺ ഇപ്പം അവന്റെ മിഷനെ കുറിച്ച് പറഞ്ഞിട്ട് അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ആ ഓർമ്മയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇനി സ്വയം ഷട്ട് ഡൗൺ ചെയ്താലേ ഇവരെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന കാര്യം അർണോൾഡിന് തന്നെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ജോണിന് അപ്പുറത്തേക്ക് എറിഞ്ഞിട്ട് അവിടെയുള്ള ഒരു കാറിനിട്ട് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. കുറെ ഇടിച്ചു കഴിയുമ്പോൾ അവൻ ഷട്ട് ഡൗൺ ആവുകയും ചെയ്തു. അതിനെ തുടർന്ന് അവനിങ്ങനെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ സമയം അവർ വേഗം തന്നെ ആ പ്ലെയിൻ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരിപ്പോൾ ആ നെവാഡ മരുഭൂമിയിലെ ആ ഫെസിലിറ്റിയിലേക്ക് എത്തി. അവർ വേഗം അതിന്റെ ഡോർ തുറന്നിട്ട് ഉള്ളിലേക്ക് കയറി അവിടെയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അവർ നോക്കുമ്പോൾ അവിടെ ഇരുമ്പിന്റെ വലിയൊരു ഡോർ ഉണ്ട്. അതിന്റെ ഉള്ളിലേക്കാണ് അവർക്ക് കയറേണ്ടത്. പക്ഷെ അത് തുറക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആക്സസ് കോഡ് അടിക്കണം. അതിന്റെ ആ സ്ഥലം അവർ കണ്ടു. അവർ വേഗം തന്നെ ഫയൽ എടുത്ത് ആ ആക്സസ് കോഡൊക്കെ അടിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് ആ TX ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുന്നത്. ആ ഹെലികോപ്റ്റർ ഇപ്പം അവിടെ മൊത്തം തകർത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി. അതൊക്കെ കണ്ട് അവരാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം TX പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. അത് കണ്ടതും ജോൺ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള തോക്കെടുത്തിട്ട് അവർക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്നാൽ ഈ സമയത്താണ് അർണോൾഡ് അവന്റെ ഒരു ഹെലികോപ്റ്ററായിട്ട് അങ്ങോട്ട് വരുന്നത്. അവനിപ്പോൾ റീബൂട്ട് ആയിട്ടുണ്ട്. അങ്ങനെ അതിനുള്ളിലേക്ക് ഇടിച്ചിറക്കിയതിനു ശേഷം അവൻ നേരെ ആ ഹെലികോപ്റ്റർ ആ TXന്റെ മേലേക്കാണ് ഇറക്കുന്നത്. അതോടുകൂടെ അവൾ അങ്ങോട്ട് അരഞ്ഞുപോയി. മാത്രമല്ല ആ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഈ സമയം ജോണും കേറ്റ് അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഹെലികോപ്റ്ററിന്റെ അകത്തു നിന്നും അർണോൾഡ് വെളിയിലേക്ക് ഇറങ്ങി. ഐ ആം ബാക്ക്. അത് കാണുമ്പോൾ അവർക്ക് ശരിക്കും സന്തോഷമായി. എന്നാൽ ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അവർ ആ ആക്സസ് കോഡ് അടിച്ചപ്പം അവിടുത്തെ ആ ഇരുമ്പിന്റെ ഡോറ് കുറച്ച് തുറന്നിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ തിരിച്ചടയാൻ തുടങ്ങി. അത് കണ്ടതും അർണോൾഡ് വേഗം ഓടിച്ചെന്നിട്ട് ആ ഡോറിന്റെ അടിയിലായിട്ട് കിടന്ന് അതിനിങ്ങനെ തള്ളിപ്പിടിക്കുകയാണ്. എന്നിട്ട് വേഗം തന്നെ അവരെ വിളിച്ചു.
അതിനെ തുറന്ന് അവർ ഓടി ചെന്നിട്ട് അതിനപ്പുറത്തേക്ക് കിടക്കാൻ തുടങ്ങി. കെയ്റ്റ് ആദ്യം അപ്പുറത്തേക്ക് കിടന്നു. എന്നാൽ ജോൺ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് TX വന്നിട്ട് അവന്റെ കാലിൽ പിടിക്കുന്നത്. അവളുടെ ശരീരത്തിന്റെ പകുതി മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അവളിപ്പോ ജോണിന്റെ കാലിൽ പിടിച്ച് കാണുമ്പോൾ അർണോൾഡ് അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ അവളുടെ കൈ പിടിച്ചിട്ട് ജോൺ ഇപ്പോൾ ഉള്ളിലേക്ക് കയറി. എന്നാൽ ഈ സമയം TX ആണെങ്കിൽ അവരുടെ പുറകെ പോകുന്നുണ്ട്. അത് കാണുന്ന അർണോൾഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇങ്ങോട്ട് പിടിച്ചിട്ട് അവന്റെ ശരീരത്തിലെ ആ ഹൈഡ്രജൻ സെല്ല് എടുക്കുകയാണ്. ഈ സാധനത്തിൽ ഒന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോഴാണ് നേരത്തെ ആറ്റം ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിയത്. അങ്ങനെ അർണോൾഡ് അവളെ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ആ സെല്ലെടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. യു ആർ ടെർമിനേറ്റഡ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ സെല്ല് പൊട്ടിത്തെറിച്ചു. ആ ഒരു പൊട്ടിത്തെറിയിൽ ആ മലയുടെ ഒരു ഭാഗം മൊത്തം തകർന്നു പോകുന്നുണ്ട്. ഈ സമയം ജോണും കേറ്റും മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറെ കൂടി അവർ ഒരു ലിഫ്റ്റ് കയറിയിട്ട് നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ അവർ എത്തിച്ചേരുന്നത് ഒരു ബങ്കറിന്റെ ഉള്ളിലാണ്. അവിടെ കുറെ കമ്പ്യൂട്ടറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ 30 വർഷം പഴക്കമുള്ളതാണ്. അങ്ങനെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ഇവളുടെ അച്ഛനും അർണോൾഡും ശ്രമിച്ചത് ജഡ്ജ്മെന്റിനെ തടയാനല്ല, ഇവരെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവരെ സെക്യൂർ ആക്കിയാലേ ഭാവിയുള്ളൂ. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ന്യൂക്ലിയർ എക്സ്പ്ലോഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ VIP-കൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു ബങ്കർ. ഇപ്പൊ ഇതിനകത്തേക്ക് ഇവരെ വിട്ടാൽ മാത്രമേ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇവിടുത്തെ കമ്പ്യൂട്ടറുകളൊക്കെ ഒരുപാട് പഴക്കമുള്ളതാണ്. സ്കൈനെറ്റിന് അതൊരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവരിങ്ങോട്ട് തന്നെ അയച്ചത്. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ നിന്ന് മനസ്സിലായി. അങ്ങനെ അതിനെക്കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ വയർലെസ്സിൽ ഒരാളുടെ ശബ്ദം കേൾക്കുന്നത്. ഇപ്പൊ ലോകം മൊത്തം ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വയർലെസ്സിലുള്ള ആൾ ചോദിക്കുന്നത്, ഇവിടെ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്റ്റൽ പീക്കിൽ ആരെങ്കിലും കമാൻഡിലുണ്ടോ? അയാളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ ജോൺ അങ്ങോട്ട് ചെന്നു. ഉണ്ട്, എന്റെ പേര് ജോൺ കോണർ, ഞാനാണ് ഇവിടുത്തെ കമാൻഡ്. അങ്ങനെ ഈ സമയത്താണ് ജോൺ കോണർ ആദ്യമായിട്ട് ഈ യുദ്ധത്തിന് കമാൻഡ് ഏറ്റെടുക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ലോകത്തിന്റെ പല ഭാഗങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ ജഡ്ജ്മെന്റ്, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.